ശരിയാ ചേച്ചി. എന്നാ പിന്നെ ഇപ്പൊ തന്നെ രാജിക്കത്ത് എഴുതിക്കോ. എഴുതേച്ചി. ഇപ്പൊ തന്നെ രാജിക്കത്ത് നമുക്ക് CM മെയിൽ ചെയ്യാം. എലിയെ പേടിച്ച് ഇല്ലം ചുടാന്ന് പറയും. അതുപോലെയാ ചേച്ചി ഇപ്പൊ ചെയ്യുന്നത്. അല്ല, ചേച്ചി എന്തിനാ രാജിവെക്കുന്നത്? ചന്ദ്രോത്ത നന്ദനല്ല ചേച്ചി MLA ആക്കിയ. ഈ നാട്ടിലെ ജനങ്ങളാ. ആ ജനങ്ങളിൽ ഞാനുണ്ട്, എന്റെ കൂട്ടുകാരും ഉണ്ട്. അപ്പൊ ഞങ്ങള് വെയിൽ കൊണ്ടേനും വോട്ട് ചോദിച്ചേനും ആര് സമാധാനം പറയും? ഞങ്ങള് പ്രവർത്തിച്ചതേ പ്രശ്നം വരുമ്പോ ഒളിച്ചോടി പോകുന്ന ഒരു MLA കിട്ടാനായിരുന്നില്ല. ഏത് പ്രതിസന്ധിയും ധൈര്യത്തോടെ നേരിടുന്ന ജനപ്രതിനിധിക്ക് വേണ്ടിട്ടാ. രാജിവെച്ചാലേ ഞാൻ ഉൾപ്പെടെ ചേച്ചിക്ക് വോട്ട് ചെയ്ത സകല ജനങ്ങളോടും ചേച്ചി സമാധാനം പറയേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും. ദേവിയെ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് വെച്ച് നീ ഇങ്ങനെ കിടന്ന് ചാടാതെ. രാജിവെക്കുന്ന കാര്യം വെറുതെ പോലും ചിന്തിക്കണ്ട. അതുമല്ല, രാജിവെച്ച അതിനർത്ഥം നന്ദേട്ടനെ പേടിച്ച് ഒളിച്ചോടിന്നാ. അത് ഇസബെല്ലയും നന്ദേട്ടനൊക്കെ ആഘോഷിക്കും. നമ്മളെ വിഷമിപ്പിച്ചവരുടെ മുന്നില് ജയിച്ച് കാണിക്കല്ലേ വേണ്ടത്. പറ്റുമെങ്കിൽ ചേച്ചി എങ്ങനെങ്കിലും ഒരു മന്ത്രിയാവാൻ നോക്കണം. എന്നിട്ട് പൈലറ്റും എസ്കോർട്ടും ആയിട്ട് ആ നന്ദകുമാറിന്റെ മുന്നിൽ കൂടി സൈറന് മുഴക്കി പോണം. റോഡിൽ ചെളിവെള്ളം ഉണ്ടെങ്കിലേ ആ ഇസബെല്ലയുടെ ദേഹത്തെ നൈസായിട്ട് അങ്ങ് തെറിപ്പിക്കാൻ ഡ്രൈവറോട് പറയണം. എന്നാലേ അവളൊക്കെ മനസ്സിലാക്കൂ. ചേച്ചി ഇതൊരു ആഘോഷമായിട്ട് എടുക്ക്. അടിച്ചു പൊളിക്ക്. നിന്റെ ആദ്യ പ്രസംഗം നിർത്ത് മോളെ. നീ രാജിവെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിനക്കെന്താ വിഷമം തോന്നുന്നുണ്ടോ? ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. ഷാരി പറഞ്ഞത് നേരാ. എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്നും ഒളിച്ചോടാൻ പാടില്ല. എന്നാ നാളെ ഓഫീസിൽ വെച്ച് കാണാം CP. ഓക്കെ, ഗുഡ് നൈറ്റ്. അമ്മേ, എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരണം. ആഗ്രഹോ? എന്താത്? എൻ്റെ കൂട്ടുകാരെയും പിന്നെ കെവിനെയും ഇസബെല്ലയൊക്കെ വിളിച്ച് ഒരു ആഘോഷം സംഘടിപ്പിക്കണം. എന്താഘോഷിക്കുന്ന കാര്യം നീ പറയുന്നേ? ഡിവോഴ്സ് ആഘോഷം. എന്താണ്? വിവാഹമോചന ആഘോഷം. ദേവികയും നന്ദനും പിരിയുന്നത് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നു. അവര് ഡിവോഴ്സായി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എൻ്റെ ഒളിവ് ജീവിതം മതിയാക്കി പുറം ലോകത്തേക്ക് ഇറങ്ങുന്നത്. വേണ്ട ഋഷി, ആ രീതിയിലൊന്നും ചിന്തിക്കണ്ട. എന്താ? ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറയുന്നല്ലേ, ചന്ദ്രോത്തുമായിട്ടുള്ള വൈരാഗ്യം അവസാനിപ്പിക്കാൻ. ഞാൻ അന്ന് മുതലേ അമ്മയോടും പറയല്ലേ, എന്ത് വന്നാലും അത് പറ്റില്ലെന്ന്. എന്നെ അമ്മ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ആ പ്രഭാവതിയോടും കുടുംബത്തോടുള്ള പകയല്ലേ. അമ്പലത്തിൽ വെച്ച് അമ്മ ഒന്ന് വീഴാൻ പോയപ്പോ ആ പ്രഭാവതി ഒന്ന് താങ്ങി പിടിച്ചു. അമ്മയും കൊണ്ട് അവർ ഈ വീട്ടിലേക്ക് വരികയും ചെയ്തു. അതോടെ അമ്മയ്ക്ക് അവരോടുള്ള പിണക്കൊക്കെ മാറിക്കാണും. പക്ഷെ അമ്മയെപ്പോലെ അവസരത്തിനൊത്ത് മാറാൻ എനിക്ക് പറ്റില്ല. ആ കുടുംബത്തെ മുഴുവൻ തീർത്തിട്ടേ ഞാൻ അടങ്ങൂ. ഋഷി മോനെ, വേണ്ടടാ. നോക്ക്, നിനക്ക് രണ്ടാം ജന്മം തന്നത് ആ ദേവികയല്ലേ. ഒരു അമ്മയെപ്പോലെയോ ഒരു സഹോദരിയെ പോലെയോ ഒക്കെ നിന്റെ കൂടെ നിന്ന് അവള് പരിചരിച്ചേ. അവളുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ പോലും വകവയ്ക്കാതെയാ നിനക്ക് വേണ്ടി ദേവിക ഓരോന്ന് ചെയ്തേ. അതൊന്നും നീ മറന്നുപോരുത്. പഴയ കാര്യങ്ങൾ പറഞ്ഞ് അമ്മ എന്റെ സെന്റിമെന്റ്സ് ഇളക്കാൻ നോക്കണ്ട മോനെ. അമ്മ എനിക്കതൊന്നും കേൾക്കണ്ട.
അതിലും പഴയ കാര്യങ്ങൾ എനിക്കുണ്ട് പറയാൻ. എന്റെ ലീനയുടെ കാര്യം. ലീനയെ തിരിച്ചു തരാൻ അമ്മ ചന്ദ്രത്തുകാരോട് പറ. ഞാൻ ഒക്കെ അവസാനിപ്പിക്കാം. മരിച്ചുപോയ ഒരാളെ ഇനി എങ്ങനെ തിരിച്ചു തരും? നീ എന്നെ മണ്ടിയാക്കുവാണോ? അമ്മയെ മണ്ടിയാക്കുന്നത് ഞാനല്ല, ആ ചന്ദ്രത്തുകാരാ. അമ്പലത്തിൽ വെച്ച് അമ്മയെ താങ്ങിയെടുത്തതും ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതൊക്കെ ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നു. സ്നേഹം കൂടി നമ്മുടെ വീട്ടിൽ കടന്നുകൂടിയിട്ട് നമ്മളെ ഇല്ലാതാക്കാൻ നോക്കുന്നതിന്റെ തുടക്കമായിരുന്നു അത്. അത് അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ എനിക്ക് പിടികിട്ടുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല ഋഷി. നോക്ക്, യഥാർത്ഥത്തിൽ നിന്റെ പ്രതികാരം നീ നടത്തി കഴിഞ്ഞില്ലേ? ഇന്ന് ആ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ നീയും ഇസബെല്ലയൊക്കെ കൂടി പ്ലാൻ ചെയ്ത കൊലപാതക നാടകമല്ലേ? മതി ഋഷി, അർഹിച്ചതിലും കൂടുതൽ അവർ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവസാനിപ്പിക്കാം. കണ്ടോ, ഏറ്റവും വലിയ ശത്രുവിന് വേണ്ടിയാ അമ്മ ഇപ്പൊ എനിക്കെതിരെ ശബ്ദമുയർത്തുന്നത്. അമ്മയെ സ്വാധീനിക്കാനുള്ള അവരുടെ എല്ലാ ശ്രമങ്ങളും വിജയിച്ചു കഴിഞ്ഞു. പക്ഷെ അമ്മയെ മയക്കെടുത്തതിനുള്ള പകയും ചേർത്തിട്ടേ ഞാൻ അവരോട് പകരം വീട്ടു. ഋഷി, അമ്മ പറയുന്ന അനുസരിക്കടാ. നമുക്കെല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിക്കാം. നമ്മൾ പകരം ചോദിക്കാതെ തന്നെ ആ കുടുംബം ഏതാണ്ട് തകർച്ചയിൽ തന്നെയാ. നമുക്ക് മാറാം, വിട്ടേക്കാം. പൂർണ്ണമായും അവരെ നശിച്ചു കണ്ടിട്ടേ ഞാൻ എന്റെ പ്രതികാരം അവസാനിപ്പിക്കൂ. എനിക്ക് വേണ്ടി അമ്മ ഒഴുക്കിയ കണ്ണീരും പിന്നെ എന്റെ ലീനയുടെ ജീവനും കൂടി വേണ്ടിട്ടാ ഞാൻ ഈ പകരം ചോദിക്കുന്നത്. അത് നിറവേറ്റി ഞാൻ അടങ്ങൂ. ഋഷി, ദേവികയുടെ അഹങ്കാരത്തിന് ഗിരിയും കൂട്ടു നിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല. ദേ, വീട് വിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ? നീ എന്താ ഈ പറയുന്നത്? നന്ദൻ കാണിച്ച വൃത്തികേടുകൾക്കെതിരെ ദേവിക പ്രതികരിച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതാണോ എടുത്തുകാട്ടം? ആ ഫയൽ നന്ദൻ പൂഴ്ത്തി വെച്ചിരിക്കുന്നു മനസ്സിലായില്ലേ? അതിനെതിരെ പ്രതികരിക്കണ്ടേ? വല്ല പെണ്ണുങ്ങൾക്കൊപ്പം റിസോർട്ടിൽ പോയി താമസിക്കുന്നു. അവിടെ ചെന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നതിൽ അവൾ അഭിനന്ദിക്കല്ലേ വേണ്ടത്? ഈ പറയുന്ന കുറ്റങ്ങളൊന്നും നന്ദൻ ചുമ്മാ കയറിയങ്ങ് ചെയ്യില്ല. അതിന്റെയൊക്കെ പുറകിൽ തക്കതായ കാരണങ്ങളുണ്ടാവും. നിങ്ങൾ തമ്മിൽ ഇക്കാര്യം പറഞ്ഞ് തർക്കിച്ചിട്ട് എന്താ കാര്യം? തെറ്റ് ആര് ചെയ്താലും അതിനുള്ള ശിക്ഷ കിട്ടും. നന്ദനും ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും. ഇനി അഥവാ നന്ദൻ അറിയാതെ അങ്ങനെ ചെയ്താല് പെണ്ണുങ്ങൾക്കൊന്ന് ക്ഷമിച്ചൂടെ? ഒന്ന് താണു കൊടുത്തൂടെ? അന്തസായി. ഇനി നിന്നോട് സംസാരിച്ചിട്ടൊരു കാര്യമില്ല. ഒരു മുൻ MLA മകളല്ലേ നീ? നീ ഒരു സ്ത്രീയല്ലേ? സ്ത്രീപക്ഷത്ത് നിന്ന് ചിന്തിക്കേണ്ടവളല്ലേ? എന്നിട്ട് പറയുന്നു തെറ്റ് ചെയ്ത പുരുഷന് മുന്നിൽ ഒന്ന് താഴ്ന്നു കൊടുക്കണമെന്ന്. കണ്ടോ അമ്മേ, ഞാൻ പറഞ്ഞതിന് ഗിരി വളച്ചൊടയ്ക്കുവാ. ഞാൻ പറഞ്ഞു നിങ്ങളോട്, തമ്മിൽ വെറുതെ പറഞ്ഞ് മുഷിയണ്ടാന്ന്. നീ പോയി ഇത്തിരി നേരം കിടക്ക്. ഇന്ന് ഉറങ്ങിയില്ലല്ലോ, ചെല്ല്. ഗിരി, ദേവിക ഒരു ഭാര്യയല്ലേ? അപ്പൊ കുടുംബം നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഒന്ന് ക്ഷമിക്കണം. കുടുംബം നന്നായിട്ട് പോകാൻ താഴ്ന്നു കൊടുക്കുകയല്ല, നല്ലത് ചെയ്യാ വേണ്ടത്. ഭാര്യ ഭർത്താവും. ഭർത്താവ് തെറ്റ് ചെയ്ത ഭാര്യ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ദേവിക പ്രതികരിച്ചത്. കുഴപ്പം പിടിച്ച കമ്പനിയിലാ നന്ദൻ ചെന്ന് വീണിരിക്കുന്നത്. അതവൻ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞാ അവന് നല്ലത്. ഒക്കെ എന്റെ കുഴപ്പം തന്നെ ആയിരുന്നു. വല്ല കൈ കിട്ടിയ മനോഹരമായ ജീവിതം ഞാനായിട്ട് തന്നെ ഇല്ലാതാക്കി. അവള് പാവാ, സ്നേഹിക്കാൻ മാത്രമേ അവൾക്ക് അറിയാറുന്നുള്ളൂ. പക്ഷെ അവളുടെ സ്നേഹത്തിന്റെ ആഴം അളവൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല.
എടാ നിനക്കറിയാലോ ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. ഋഷിയുടെ കേസ് വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ദേവിയും തമ്മിൽ ഒരു പിണക്കം പോലും ഉണ്ടാവില്ലായിരുന്നു. ശരിയല്ലേ? അല്ലേടാ? ബെല്ല, എനിക്ക് അവളെ കാണണം. അവളില്ലാതെ എനിക്ക് പറ്റില്ല. നന്ദ, ദേവിയേക്കല്ല, നിനക്കാണ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനസ്സുള്ളത്. അതുകൊണ്ട് നിന്നെ നിഷേധിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ദേവിയേക്ക് വേണ്ടി നീ ഇങ്ങനെ വിഷമിക്കരുത്. ബെല്ല പറയുന്നത് തെറ്റാ. അവൾ ഇറങ്ങിപ്പോയതല്ല, ഞാനായിട്ട് അവളെ ഇറക്കി വിട്ടതാ. എന്നുവെച്ചാ ഞാൻ കാരണമല്ലേ അവൾ ഇറങ്ങിപ്പോകേണ്ടി വന്നത്. പാവം, അവളെ ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ. നന്ദനിപ്പോ എന്നെ ആയിരിക്കുമല്ലേ ശപിക്കുന്നത്? ബെല്ല എന്തിനാ എന്നോട് അങ്ങനെ പറയുന്നേ? അല്ല, ആ ഫയൽ എടുത്തു തരണോന്ന് ഞാനല്ലേ ആവശ്യപ്പെട്ടത്? അത് കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? അത് രണ്ടും കൂട്ടിക്കുഴയ്ക്കണ്ട. ബെല്ല എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടിന് വേണ്ടി ഞാനത് ചെയ്തു. അതിലെനിക്ക് കുറ്റബോധമൊന്നുമില്ല. ഫയലിന്റെ കാര്യം ഓർത്ത് ബെല്ല വിഷമിക്കരുത്. എനിക്ക് ദേവിയെ കാണണം. ബെല്ല, ഞാൻ ദേവിയെ ഒന്ന് വിളിക്കാം. ഒന്നും സംസാരിച്ചു നോക്കട്ടെ. ബെല്ല. ആ, വിളിക്ക്. വേണ്ട, ഞാൻ വിളിച്ച ചിലപ്പോൾ അവള് ഫോൺ പോലും എടുക്കില്ല. കെവിനെ, എടാ നീ ഒന്ന് വിളിക്ക്. വിളിച്ചൊന്ന് പറ എനിക്ക് സംസാരിക്കണമെന്ന്. ചേച്ചി, കെവിൻ. ഹലോ ദേവിക, കെവിനാണ്. പറഞ്ഞോ കെവിനേട്ടാ. അല്ല, ഇത് ഞാൻ കെവിനേട്ടന്റെ ശാരി. അത് പിന്നെ എന്താ പറഞ്ഞോ? അത് ഇവിടെ നന്ദൻ. അയ്യോ സോറി, കോള് കണ്ട് ചേച്ചിക്ക് കൊടുക്കാനെടുത്തപ്പോ കൈതട്ടി. ചേച്ചി, ദേ കോള്. ഹലോ ദേവികെ, ഞാൻ കെവിനാണ്. എന്താ കെവിൻ? ദേവിക തിരക്കിലാണോ? MLA അല്ലേ, തിരക്കിലായിരിക്കുമല്ലോ. കെവിൻ കാര്യം പറ. ഒന്ന് സ്പീക്കറിലിട്. ദേവിക, ഞാൻ പറയുന്ന ക്ഷമയോടൊന്ന് കേൾക്കണം. എന്റെ ക്ഷമ നശിപ്പിക്കാതെ ഒന്ന് പറ കെവിൻ. ഞാനൊരു റിപ്പോർട്ട് പഠിക്കുക, നാളെ നിയമസഭയിൽ വെക്കേണ്ടതാ. എന്താ കാര്യം? നന്ദനെ ദേവികയോടൊന്ന് സംസാരിക്കണം. നന്ദനോ? ഏത് നന്ദന്റെ കാര്യം കെവിനി പറയുന്നേ? ദേവികയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. കെവിൻ ഇപ്പൊ ആരോടാ സംസാരിക്കുന്നറിയാവോ?
കെവിനൊപ്പം കോളേജിൽ പഠിച്ച ദേവികയല്ല ഇപ്പൊ ഞാൻ. ജനപ്രതിനിധിയാ, MLA യാ. പഴയ പരിചയവും പറഞ്ഞിട്ടുള്ള സംസാരമൊന്നും വേണ്ട. അല്ല, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ പറയാതെ? എനിക്ക് വിഷമമുണ്ടെന്ന് കെവിനോട് ആരാ പറഞ്ഞേ? എന്റെ വിഷമവും സന്തോഷമൊന്നും അളക്കാൻ കെവിനെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. എന്റെ വിഷമം മനസ്സിലാവുമെന്ന് കെവിൻ കണ്ടോ ഞാൻ വിഷമിക്കുന്നത്? ഇനി അഥവാ ഞാൻ വിഷമിച്ചാലും അത് മറ്റാരും അന്വേഷിക്കണ്ട. മനസ്സിലായോ? അല്ല ദേവിക, അത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി ദേവിക. നന്ദനോട് സംസാരിക്കണം. നന്ദനാകെ തകർന്നിട്ടാ. ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. പ്ലീസ് ഒന്ന് സംസാരിക്കൂ. പോയി പണി നോക്കാൻ പറ. ഇതുപോലുള്ള കാര്യം പറയാനാണെങ്കിൽ ഇനി മേലിൽ എന്റെ നമ്പറിൽ വിളിച്ചു പോരുത്. ഫോൺ വെക്കേ. കേട്ടല്ലോ, ദേവിക ഇനി പറയാനൊന്നും ബാക്കിയില്ല. ദേ, ഇനി നീ ദേവികയെ പ്രതീക്ഷിക്കണ്ട. അവള് നീയായിട്ട് ഒരു ബന്ധുവില്ലെന്ന തരത്തിൽ അവള് സംസാരിച്ചേ. ഒരല്പ സ്വാതന്ത്ര്യം എടുത്ത് സംസാരിച്ചതേ ദേവികയ്ക്ക് ഇഷ്ടമായില്ല. ദേ നന്ദ, ദേവിക നീ അങ്ങ് മറന്നേക്ക്. കെവിനെ പ്ലീസ് അങ്ങനൊന്നും പറയാതറാ. ദേവി ഇല്ലാതെ എനിക്ക് പറ്റില്ല. ദേവികയില്ലാതെ നിനക്ക് പറ്റില്ല, പക്ഷെ നീ ഇല്ലാതെ ദേവിക്ക് പറ്റും. നാണമില്ലേടാ നിനക്ക്? അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ നിനക്ക് അവളെ ഇന്നലെ വേണ്ടാന്ന് പറയണം. നിന്റെ ആണത്തം അങ്ങനെ വേണം തെളിയിക്കാൻ. ദേവി ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സ് അത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന അർത്ഥം. കുറ്റക്കാരൻ ഞാൻ തന്നെയാ. ഈ അവസ്ഥയിലേക്ക് അവളെ എത്തിച്ചത് ഞാൻ തന്നെയല്ലേ? ഒരു കാര്യം ചെയ്, നീ ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ട. ഋഷിയെ കൊന്ന കാര്യം അവളോട് തുറന്നു പറഞ്ഞേക്ക്. ഇപ്പൊ തന്നെ പറ. ചെല്ല്, പോ. നന്ദാ, നീ വെറുതെ മനസ്സ് വിഷമിച്ച് ഓരോന്ന് വരുത്തി വെക്കാതെ. ഡാ, ബെല്ലേ ഞാനും നിനക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ. കെവിനെ വേണ്ട. ഇവനെ ഉപദേശിച്ച് നമ്മുടെ സമയവും ശക്തിയൊന്നും കളയണ്ട. കൊലപാതകയാണെന്നുള്ള കാര്യം ഇവൻ ചെന്ന് പറയട്ടെ. അതോടെ എല്ലാം തീരട്ടെ. നീ എന്തൊക്കെയാ പറയുന്നത്? നോക്ക്, ഋഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞ പിന്നെ എന്തൊക്കെ നടക്കുന്ന വല്ല പിടിയുണ്ടോ നിനക്ക്? അവൾക്ക് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. നീ ജയിലിലാവുന്നതോടെ പ്രഭാന്റി ചിലപ്പോ ആത്മഹത്യ ചെയ്തെന്ന് വരും. പ്ലീസ്,
നടക്കാൻ പോകുന്ന കാര്യങ്ങളാ ബെല്ല പറയുന്നത്. അതുകൊണ്ട് നന്ദ, തൽക്കാലം നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. കുറച്ചു ദിവസം നീ ഒന്ന് സ്വസ്ഥായിട്ടിരിക്കെ, ബാക്കിയൊക്കെ പിന്നെ.